സോ ഗേസ്, അപ്പോൾ നിങ്ങൾ ഫോൺ മേടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന OnePlusന്റെ N6 എന്ന് പറഞ്ഞ ഫോൺ ദൈവത്തെ ഓർത്ത് പോയി മേടിക്കും. 4 GB റാം വെച്ച് ഫോൺ ഇറക്കുന്നു 2026. അവസ്ഥ എനിക്കറിയാം. മാർക്കറ്റിന്റെ പ്രൈസ്, റാമിന്റെ SSD കിട്ടാനില്ലാത്ത കാര്യങ്ങൾ എല്ലാം എനിക്കറിയാം. ബട്ട് എന്നാലും 2026 4 GB 6 GB റാം വെച്ചോണ്ട് ഫോൺ ഇറക്കുന്നു. ഇത് വെറും കൂത്തറ ഫോണാന്ന് എനിക്ക് പറയാനുള്ളൂ. അതും 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ വല്ല ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് പോയി മേടിക്കരുത്. മറിച്ച് നിങ്ങൾ മറ്റേ സാംസങ്ങിന്റെ M47 എന്ന് പറഞ്ഞ ഫോൺ ഉണ്ട്, അത് വല്ലതും പോയി മേടിക്കും. ആ ഫോൺ ഇതിനേക്കാൾ ഒരു 400 ഇരട്ടി വേദമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവര് എത്ര പ്രൈസ് കൂടിയാലും ഇതിനകത്ത് ബാറ്ററി 8000 mAh 10,000 mAh ഇത് ഇത്രയും കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 8000 mAh ബാറ്ററി ഉണ്ട്. 45 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ്ങും 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും 6.8 ഇഞ്ചിന്റെ 120 Hz HD പ്ലസ് LCD ഡിസ്പ്ലേ. ഈ റാമിന്റെ SSDയുടെ വില കൂടുന്ന മനസ്സിലായി. അതിനകത്ത് എന്നിട്ട് ഈ ബാറ്ററി 8000 mAh കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ LCD ഡിസ്പ്ലേ കൊടുത്തേക്കുന്നതിന്റെ ഉദ്ദേശം എന്ത്? ഡിസ്പ്ലേയുടെ വില കൂടിയോ? ആ ഡിസ്പ്ലേ കിട്ടാനില്ലേ? ഐ ഡോണ്ട് നോ ഈവൻ വാട്ട് ഹാപ്പൻഡ്. MediaTekന്റെ Dimensity 6080 അപ്പെക്സ് ഏതോ കൂതറ ചിപ്സെറ്റ്. കാശിന് വളർത്തില്ലാത്ത ഫോണല്ലേ, കാശിന് വളർത്താത്ത ഫോൺ. സോ ഡോണ്ട് ഗോ ആൻഡ് ബൈ ദിസ് ഫോൺ. നിങ്ങൾ 4 GB വേരിയൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 6 GB വേരിയൻ്റ് ആയിക്കോട്ടെ പോയി മേടിക്കരുത് സാധനം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിൻ്റെ 4 GB 6 GB കൊള്ളത്തില്ല. 4 GB 6 GB ഒക്കെ മേടിച്ചാൽ നിങ്ങൾ ആപ്പ് പോലും ബാക്ക്ഗ്രൗണ്ട് ഇടണ്ട, ഫുള്ള് ടപ്പോന്ന് പറഞ്ഞ് റാം തീരും. ഉള്ള കാര്യമായി പറയുന്നത്. നിങ്ങൾ ആപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങളുടെ റാം ഇത് സൂപ്പർ ഫാസ്റ്റായിട്ട് കൺസ്യൂം ചെയ്തെടുക്കും. 4 GB നിങ്ങൾക്ക് ചിലപ്പം 3 GB കൺസ്യൂം ചെയ്തെടുത്തിട്ട് 1 GB മിച്ചം വരും. അതായിരിക്കും പോകാൻ പോകുന്ന അവസ്ഥ. സോ എനിക്ക് എത്ര പറയാനുള്ളൂ. സോ ഡോണ്ട് ഗോ ആൻഡ് ബൈ ദിസ് ഫോൺ ഇൻ എ ഡേ. ബൈ.